Good morning, everyone. ഇന്നത്തെ മാർക്കറ്റ് ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. 44.30 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ്. ഓപ്പണിംഗ് ലെവൽ നോക്കുകയാണെങ്കിൽ 24,361.45 ആണ്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ലെവലായിട്ടുള്ള 24,350 ലെവൽ ബ്രേക്ക് ചെയ്തൊരു ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് വീക്ക്ലി ക്ലോസിംഗ് കൂടിയാണ്. എനിക്ക് തോന്നുന്നു 350 ലെവലിൽ താഴെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ 390 ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ 390 350 ലെവലിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ 350 ലെവലിൻ്റെ താഴെ ക്ലോസ് ചെയ്യാനാണ് സാധ്യത ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് ലെവൽ 400 ആണ് നെക്സ്റ്റ് റെസിസ്റ്റൻസ് ലെവൽ. 350 ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത റെസിസ്റ്റൻസ് ലെവൽ 400. .30 പോയിന്റ്സിൻ്റെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഇന്ന് വന്നിട്ടുള്ളത്. 24,250 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 170 ആ ഒരു സ്ട്രൈക്ക് പ്രൈസും, അതുപോലെ തന്നെ 24,300 കോൾ ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 135 രണ്ട് സ്ട്രൈക്ക് പ്രൈസും കോൾ ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് 24,400 ട്രേഡിംഗ് അറൗണ്ട് 160. അപ്പോൾ നമുക്ക് 24,450 ലെവലിലേക്ക് പോകേണ്ടി വരും. അതൊരു 150 റേഞ്ചിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ 24,500 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 180. അപ്പോൾ ഈ രണ്ട് സ്ട്രൈക്ക് പ്രൈസും പുട്ട് ഓപ്ഷൻ സ്ട്രൈക്ക് പ്രൈസ് ആയിട്ട് സെലക്ട് ചെയ്യാം. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ഡയറക്ഷണൽ കൺഫർമേഷന് ശേഷം എൻട്രി പ്ലാൻ ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ. പിന്നെ സൈഡ് വേസ് ആവാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളതൊന്നും കൂടി നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ആസ് ഓഫ് നൗ 24,350 ലെവൽ ബ്രേക്ക് ചെയ്ത് നിൽക്കുകയാണ് നിഫ്റ്റി. ഇനി ഒരു 400 ലെവലിലേക്ക് വരുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ 350 ലെവലിൻ്റെ താഴെയാണോ ഇന്ന് ക്ലോസ് ചെയ്യാൻ പോകുന്നതെന്നും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും അതിൻ്റെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം മാത്രം എൻട്രി പ്ലാൻ ചെയ്യാം. ഓക്കെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു പുൾ ബാക്കിന് ശേഷം ഒരു അപ്പ് മൂവാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊരു എൻട്രി ഡേലോ സപ്പോർട്ട് ലെവലിൽ പുട്ട് ഓപ്ഷനിലുണ്ട്. അപ്പോൾ നമുക്കൊരു ഓർഡർ പ്ലേസ് ചെയ്യാം. ഡേ ഹൈ വരാനുള്ള ചാൻസസ് ഉണ്ട് സ്പോട്ട് ലെവൽ നോക്കുകയാണെങ്കിൽ. അല്ല 24,450 പുട്ട് ഓപ്ഷൻ ട്രേഡിംഗ് അറൗണ്ട് 160 ആണ്. 136 എൻട്രി ഉണ്ട്. ഓർഡർ പെൻഡിങ് ആണ്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 136.20 പോയിൻറ്റ്സ് സ്റ്റോപ്പ് ലോസിൽ നമുക്ക് ഈ ഒരു എൻട്രി എടുക്കാം.
നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം, എപ്പോഴാണ് ആക്റ്റീവ് ആവുക നമുക്ക് നോക്കാം. ഒരു ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. 146 വന്നിട്ടുണ്ട്. ഇപ്പോൾ 9:45 നമ്മളിട്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്തൊരു ഓർഡറാണ്. ഇപ്പോൾ 10:45 ആവാറായി, 10:39 ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒരു മൂവ് വരുന്നുണ്ട് നിഫ്റ്റിയിൽ. ഒരു പ്രൈസ് റിജക്ഷൻ വരികയാണെങ്കിൽ മാത്രം നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റും ഈ ഒരു ട്രേഡിൽ. യെസ്, 145 143 വരെയാണ് വന്നിട്ടുള്ളത്. 136 ആണ് നമ്മുടെ എൻട്രി. യെസ്, 143 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഈ ഒരു കപ്പിൾ ഓഫ് മിനിറ്റ്സിൽ ആക്റ്റീവ് ആവും എന്നാണ് വിചാരിക്കുന്നത്. യെസ്, 142. ആക്റ്റീവ് ആയിട്ടില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. 142 ആണ് വന്നിട്ടുള്ളത്. ഒരു 6 പോയിൻറ്റ്സിൻ്റെയും കൂടെ 6 പോയിൻറ്റ്സ് കൂടെ താഴോട്ട് വരാനുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല. അഗെയിൻ 142 ലോ വന്നു. അതിനുശേഷം 143.2 ഒക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഒരു കൺസോൾട്ടേഷനാണ്. 9:45 നമ്മൾ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തതിന് ശേഷം 11 മണി വരെയും ഒരു കൺസോൾട്ടേഷനാണ്. ഈ ഒരു 24,350 ലെവലിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ഓർഡർ ക്യാൻസൽ ചെയ്യാൻ പോവാണ്. ക്യാൻസൽ ചെയ്തു. നമ്മളൊരു 1 മണിക്കൂർ 1.25 മണിക്കൂറായി നമ്മൾ ഈ ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ട്. എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. 142 വരെ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ, ആക്റ്റീവ് ആയിട്ടില്ല. അപ്പോൾ ഡേ ഹൈ റെസിസ്റ്റൻസ് ലെവലിലേക്ക് കോൾ ഓപ്ഷൻ 24,250 കോൾ ഓപ്ഷൻ വരുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലെവൽ ചിലപ്പോൾ ബ്രേക്ക് ചെയ്തേക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് നെക്സ്റ്റ് ട്രേഡ് നോക്കാം. എന്തായാലും ഇപ്പോൾ വെയിറ്റ് ചെയ്ത് ഒരു കൺസോൾട്ടേഷൻ ബ്രേക്ക് ആയിട്ട് നമുക്ക് എന്താണ് വരുന്നത് നമുക്ക് നോക്കാം. അതിനുശേഷം ഓർഡർ പ്ലേസ് ചെയ്യാം. നിഫ്റ്റി 24,400 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ ഒരു കൺസോൾട്ടേഷന് ശേഷം ഡേ ഹൈ ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. ഒരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് എൻട്രി നമുക്ക് 24,300 കോൾ ഓപ്ഷൻ്റെ ഒരു ഓർഡർ പ്ലേസ് ചെയ്യാം. $134. അപ്പോൾ നമ്മൾ 136 ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 24,450 പുട്ട് ഓപ്ഷൻ. ആ ഒരു പുട്ട് ഓപ്ഷൻ സ്റ്റോപ്പ് ലോസ് വന്നിട്ടില്ല, പക്ഷേ 136 ലെവൽ ബ്രേക്ക് ചെയ്തു. അപ്പോൾ എനിവേ നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്യും. ഇതുവരെ വന്നിട്ടുള്ള ഡേ ലോ നോക്കുകയാണെങ്കിൽ 120 ആണ്. 116 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്, 20 പോയിൻറ്റ്സ്.
അപ്പോൾ ആ ഒരു ട്രേഡ് നമ്മൾ അവോയ്ഡ് ചെയ്തു. അപ്പോൾ അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഡേ ഹൈ ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഓവറോൾ ഒരു സൈഡ് വേസ് ഡേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഇത് 24,400 ലെവൽ ബ്രേക്ക് ചെയ്ത് ഹയർ ലെവൽസിലേക്ക് പോകുമോ അല്ലെങ്കിൽ ഡൗണായിട്ട് എന്നൊരു സൈഡ് വേസ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. എന്തായാലും 24,350 ലെവൽ ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഓപ്പണിങ്ങിൽ തന്നെ ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇന്ന് ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും 150 ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ 24,300 കോൾ ഓപ്ഷൻ. അപ്പോൾ ആ ഒരു കോൾ ഓപ്ഷനിലൊരു എൻട്രിയാണ് നമ്മൾ 134 ലെവലിൽ പുൾ ബാക്കിന് ശേഷം എൻട്രി എടുക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഹയർ ലെവൽസിൽ എൻട്രി വരികയാണെങ്കിലും നമുക്ക് അത് എൻട്രി എടുക്കാം. അപ്പോൾ അതിനൊരു കൺഫർമേഷൻ കിട്ടേണ്ടതുണ്ട്. എന്തായാലും ഒരു ബുള്ളിഷായിട്ടൊരു മൂവ്മെൻറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിലും ഒരു സൈഡ് വേസ് ഡേ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അത് വളരെ ശ്രദ്ധിച്ച് വേണം നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട്. വീക്ക്ലി ക്ലോസിംഗ് ആണ്. എന്തായാലും ഒരു 20 പോയിൻറ്റ്സ് താഴെയാണ് നമ്മളൊരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഓർഡർ ആക്റ്റീവ് ആയിട്ടില്ല. 168.75 ആണ് ഇതുവരെ വന്നിട്ടുള്ള ഡേ ഹൈ 24,300 കോൾ ഓപ്ഷനിൽ. അവിടെ നിന്നും ഒരു 147 ലെവലിലേക്ക് വന്നിട്ടുണ്ട്. 134 ആണ് നമ്മുടെ എൻട്രി. ഓക്കെ, 20 പോയിൻറ്റ് സ്റ്റോപ്പ് ലോസ് ആണ് നമ്മൾ വയ്ക്കുന്നത്. But 146 കുറച്ചുകൂടി ഡൗൺ ആവാനുണ്ട്. പോയിൻറ്റ്സ് വളരെ കുറവാണ്. നിഫ്റ്റിയിൽ അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ടെങ്കിലും ഓപ്ഷൻസിൽ ചെറിയ ചെറിയ മൂവ്മെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. എന്തായാലും നമ്മുടെ ലെവലിലേക്ക് വരുമെന്നുള്ള കാര്യം നമുക്കറിയാം. കാരണം നമ്മുടെ ലെവലിലേക്ക് വന്നിട്ട് പ്രോഫിറ്റ് കിട്ടുമോ അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യേണ്ടി വരുമോ, കോസ്റ്റിൽ അല്ലെങ്കിൽ ലോസ് ബുക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ഒരു ഡൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ആ ലെവലിലേക്ക് വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. പക്ഷേ കുറച്ച് സമയം എടുക്കാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് സമയം എടുക്കുന്നുണ്ട്. 12:45 പ്ലേസ് ചെയ്ത ഓർഡറാണ്. ഇപ്പോൾ 1:45 1 മണിക്കൂറായി ഒരു ഓർഡർ പ്ലേസ് ചെയ്തിട്ടും. ഇതിന് മുൻപത്തെ ഓർഡറും നമ്മൾ 9:45 പ്ലേസ് ചെയ്തു. 11 മണി വരെ അത് ആക്റ്റീവായിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മൾ നമ്മുടെ വ്യൂ ചേഞ്ച് ചെയ്തു. അപ്പോൾ അത് ബ്രേക്ക് ചെയ്ത് താഴേക്ക് വരികയാണ് ചെയ്ത ആ ഒരു ലെവൽ. അത് 116 വന്നിട്ടുണ്ട്. 136 എടുക്കാൻ പ്ലാൻ ചെയ്ത എൻട്രിയാണ്. 116 ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതിൻ്റെ ലോ വന്നിട്ടുണ്ടായിരുന്നത് 109.15 ആണ് ലോ വന്നിട്ടുണ്ടായിരുന്നത്. എന്തായാലും അവോയ്ഡ് ചെയ്ത് നല്ലൊരു അവോയ്ഡ് ആയിരുന്നു. ഒരു ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. 24,350 ലെവലിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്ത് ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് മുകളിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം ഒരു ഹയർ ഹൈ ആണ് ഫോം ചെയ്തിട്ടുള്ളത്. 24,429.40 ആണ് ഇതുവരെയുള്ള ഡേ ഹൈ. അപ്പോൾ ഈ ഒരു ട്രേഡ് ആക്റ്റീവ് ആകുമ്പോൾ നമുക്ക് നോക്കാം. 146 ആണ് വന്നിട്ടുള്ളത്. ഇനി 10-12 പോയിൻറ്റ്സ് കൂടി ഡൗൺ ആവാനുണ്ട്. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, മാർക്കറ്റ് ഡൗൺ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. 142 ലെവലിലേക്കാണ് വന്നിട്ടുള്ളത്. 134 ആണ് നമ്മുടെ എൻട്രി. 12:45 മുതൽ നമ്മൾ ഈ ഒരു എൻട്രിക്കായിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. 160 ആണ് ടാർഗറ്റ്.
ബട്ട് അതിന് ഇടയ്ക്ക് തന്നെ ഒരു 148 ലെവൽ ഒരു റെസിസ്റ്റൻസ് ലെവലാണ്. അപ്പോൾ ആ ഒരു ലെവലിന് ബുക്കിംഗ് പ്ലാൻ ചെയ്യാം. അതിന് മുൻപായിട്ട് അത് ആക്റ്റീവ് ആവേണ്ടതുണ്ട്. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം. 141.20 ആണ് ലോ വന്നിട്ടുള്ളത്. എന്തായാലും ആക്റ്റീവ് ആകുമെന്ന് വിചാരിക്കുന്നു. Yes, 41. $40. $39 ആണ് വന്നിട്ടുള്ളത്. 34 ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും ഒരു ബെയറിഷ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 134 ലെവലിൽ ഒരു ബൈയിങ് പ്രഷർ വരുമെന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. 39. ആക്റ്റീവ് ആയിട്ടില്ല. $142. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും 134 വരുമോ നോക്കാം. 20 പോയിന്റ് സ്റ്റോപ്പ് ലോസ് ആണ്. $137. $36.25 ആണ് വന്നിട്ടുള്ളത്. ആക്റ്റീവ് ആയിട്ടില്ല. ഇപ്പോൾ വീക്ക്ലി ക്ലോസിംഗ് 24,350 മുകളിൽ ക്ലോസ് ചെയ്യാൻ നമുക്ക് നോക്കാം. 134 ആക്റ്റീവ് ആയിട്ടില്ല നമ്മുടെ ട്രേഡ് എൻട്രി. $134 ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എക്സിറ്റ് ചെയ്യണം. നമ്മളതിന് ശേഷം ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. 36. $35.5 ആണ് വന്നിട്ടുള്ളത്.
യെസ് ഓൾമോസ്റ്റ് 34 പോയിന്റ്. യെസ് ആക്റ്റീവായി. ആക്റ്റീവായിട്ടുണ്ട് 134. ഒരു ബൈയിങ് പ്രഷർ ഇവിടെ നിന്ന് വരികയാണെങ്കിൽ നമുക്ക് ബ്രേക്ക് ചെയ്താൽ എക്സിറ്റ് ചെയ്യേണ്ടി വരും. കോസ്റ്റിൽ നിൽക്കുന്നുണ്ട്, ബ്രേക്ക് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ടോ നോക്കാം. യെസ്, ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തായാലും ഇവിടെ നിന്നൊരു ബൈയിങ് പ്രഷർ വന്നാൽ ഹോൾഡ് ചെയ്യാം. യെസ്, നോ വേ, ബ്രേക്ക് ആവാനാണ് സാധ്യത. സ്ക്വയർ ഓഫ് ചെയ്തു. ₹377 ലോസിലാണ് എക്സിറ്റ് ചെയ്യാൻ പറ്റിയത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തു. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്ത പോലെ ഒരു സൈഡ് വേസ് ഡേ ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു ലെവൽ ഹോൾഡ് ചെയ്തില്ല. ഇപ്പോൾ ബാക്ക് ടു 135 വന്നിട്ടുണ്ട്, 134. എനിവേ നമ്മൾ ആ ഒരു ട്രേഡ് എക്സിറ്റ് ചെയ്തു. നമ്മുടെ ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്യാറില്ല. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് ഇനിയൊരു എൻട്രി എടുക്കാനുള്ള സമയമില്ല, ഇനിയൊരു ട്രേഡ് എടുക്കാനുള്ള സമയമില്ല. എന്തായാലും ₹377 ലോസ്. 131 ലെവലാണ് സ്ക്വയർ ഓഫ് ആയത്, 3 പോയിൻറ്റ്സ്. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീക്ക് നോക്കാം. എന്തായാലും വീക്ക്ലി പ്രോഫിറ്റിൽ ക്ലോസ് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇന്നലെയും ഇന്നും അതുപോലെ തന്നെ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യാൻ, ഓൾമോസ്റ്റ് ചെറിയ ലോസിൽ എക്സിറ്റ് ചെയ്യാനുള്ളൊരു രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റിയത്. നല്ല ട്രേഡ്സ് ഇന്ന് കഴിഞ്ഞ 2 ദിവസം കിട്ടിയിട്ടില്ല. എന്തായാലും നെക്സ്റ്റ് വീക്ക് നമുക്ക് നോക്കാം. 350 മുകളിൽ ക്ലോസ് ചെയ്യോ ഈ വീക്ക്. നമുക്ക് ഇന്നത്തെ ക്ലോസിങ് 24,350 ലെവൽ ബ്രേക്ക് ചെയ്യോ അല്ലെങ്കിൽ അതിന് മുകളിൽ ക്ലോസ് ചെയ്യോ നമുക്ക് നോക്കാം. അതിൻ്റെ താഴെ ക്ലോസ് ചെയ്യാനുള്ള ചാൻസസ് നമ്മൾ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും വീക്ക്ലി നമുക്കൊരു കുറച്ചുകൂടി പോസിറ്റീവ് ക്ലോസിങ് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് എടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ അതൊരു ബൈയിങ് പ്രഷർ വരുന്നുണ്ട്, 36 എത്തിയിട്ടുണ്ട്. എന്തായാലും ഇനി നമുക്ക് നെക്സ്റ്റ് വീക്ക് നോക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.